മലപ്പുറത്ത് നിന്ന് വളരെ വേഗത്തിൽ കോഴിക്കോടേക്ക് പോകാൻ സമയക്കുറവുള്ളത് കൊണ്ടാണ്. കോഴിക്കോടെ അവസ്ഥ നോക്കാം. കോഴിക്കോട് കോർപ്പറേഷനിലെ അവസ്ഥ. ശരി, ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് തുടങ്ങാം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ 18 വാർഡിലാണ് LDF കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കിയത്, ജയിച്ചത്. പക്ഷേ അത് ഇത്തവണ 13 കുറഞ്ഞിരിക്കുകയാണ്. ഇത്തവണ UDF വലിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ 15 വാർഡിൽ UDF ജയിച്ചു കയറിയിരിക്കുകയാണ്. ഇനി കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 6 കോർപ്പറേഷനിൽ ആകെ LDF ആശ്വസിക്കാനുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ്. കോർപ്പറേഷൻ കൈവിട്ടില്ലല്ലോ എന്നതിൽ LDF ആശ്വസിക്കാം. കോർപ്പറേഷന്റെ കാര്യത്തിൽ 76 വാർഡിൽ ഇത്തവണ 34 വാർഡുകൾ LDF-നൊപ്പം നിന്നു. 26 വാർഡുകളാണ് ഡിവിഷനുകളാണ് UDF-നൊപ്പം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ നോക്കൂ, 2020 50 ഡിവിഷനിൽ LDF ജയിച്ചിടത്താണ് അത് 34 കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയ തിരിച്ചടി LDF-ന് ഉണ്ടായിട്ടുണ്ട്. അക്കാര്യം LDF വിശദമായി തന്നെ പരിശോധിക്കേണ്ടി വരും എന്നതാണ്. ഇനി നഗരസഭയിൽ 7 നഗരസഭയിൽ LDF-ഉം UDF-ഉം സമാനമാണ്. 2020 എന്താണ് അവസ്ഥ ഉണ്ടായിരുന്നത് അത് തന്നെയാണ്. 3, 4 എന്ന നിലയിൽ തന്നെ LDF-ഉം UDF-ഉം തുടരുന്നു. ഇനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ 8 12 8 ഇത്തവണ LDF ആണ്. കഴിഞ്ഞ 2020 10 ഉണ്ടായിരുന്നതാണ്. UDF സമാനമാണ്. എന്താണോ 2020 ഉണ്ടായിരുന്നത് അത് തന്നെയാണ്. 2 UDF വിജയിച്ചിട്ടുള്ളത്. ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 70 ഗ്രാമപഞ്ചായത്തിൽ 42 ഗ്രാമപഞ്ചായത്തിലും LDF-നായിരുന്നു കഴിഞ്ഞ തവണ ഭരണമുണ്ടായിരുന്നത്. പക്ഷേ അത് 27 കുറഞ്ഞിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വലിയ തിരിച്ചടി കോഴിക്കോട് LDF-ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് UDF. 28 നിന്ന് 11 സീറ്റ് ഉയർത്തി 39 ഗ്രാമപഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ UDF-ന് കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് സ്ഥിതി കൂടി മഹേഷ് പുലൂർ വിശദീകരിക്കും. ദിവ്യ, കോഴിക്കോട് LDF-ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഉണ്ടായിരിക്കുന്ന വലിയ ക്ഷീണം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ കാണുന്ന പഞ്ചായത്തുകളിലൊക്കെ മിക്കയിടത്തും അവിടെ ബാലുശ്ശേരി, പേരാമ്പ്ര എന്ന് പറയുന്ന തുടങ്ങിയ ആ മേഖലകൾ പൂർണ്ണമായും LDF-നൊപ്പം കാലാകാലങ്ങളായി നിൽക്കുന്ന പഞ്ചായത്തായിരുന്നു. നോക്കൂ, ഈ കുരുവട്ടൂർ പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം LDF അല്ലാതെ മറ്റൊരാൾ ഭരിക്കാത്ത ഒരു പഞ്ചായത്താണ്. ആപ്പെട്ട UDF-നെ കാണുകയാണ് കുരുവട്ടൂർ പഞ്ചായത്ത്. ഈ പഞ്ചായത്ത് എടുത്തു പറയാൻ കാരണം ഈ പഞ്ചായത്ത് എൻ്റെ കൂടി പഞ്ചായത്താണ്, അതുകൊണ്ടാണ്. പക്ഷേ എല്ലായിടത്തും അവിടെ ഗ്രാമപഞ്ചായത്തുകളിൽ അവിടെ UDF-ന്റെ വലിയൊരു മുന്നേറ്റം നമ്മൾ കോഴിക്കോട് കാണുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേഷൻ വലിയ തരംഗം തന്നെയാണ്. നമുക്കൊന്ന് കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിൽ കോർപ്പറേഷനിൽ വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ്. കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു UDF. ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 18 ഇത്തവണ LDF ആണ്. 7 മാത്രമേ UDF ഉള്ളൂ. നമുക്കിനി കോർപ്പറേഷൻ ഭരണം നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ എന്താണ് കണ്ണൂരിലെ അവസ്ഥ എന്ന് നോക്കാം. കോർപ്പറേഷനിൽ 15 ചുരുങ്ങിയിരിക്കുകയാണ് LDF. 36 ഡിവിഷൻ പിടിക്കാൻ UDF-ന് കഴിഞ്ഞിരിക്കുകയാണ്. കോർപ്പറേഷൻ തലത്തിൽ വലിയ തിരിച്ചുവരവ് UDF കണ്ണൂർ കോർപ്പറേഷനിൽ നടത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനി നോക്കേണ്ടത് നഗരസഭകളുടെ കാര്യമാണ്. 8 നഗരസഭയിൽ 5 LDF. എന്താണ് 2020 ഉണ്ടായിരുന്നത് അതേ അവസ്ഥ തന്നെയാണ്. 5 LDF, 3 UDF. ഇനി ബ്ലോക്ക് തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 8 ബ്ലോക്ക് പഞ്ചായത്ത് പിടിക്കാൻ LDF-ന് കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞ തവണ അത് 10 അതൊന്ന് ഓർക്കണം. ശരി, UDF-ന് ഒരേ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമേ കണ്ണൂരിൽ ഭരണത്തിലേറാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത്തവണ എന്നതാണ് ശ്രദ്ധേയം. ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 71 ഗ്രാമപഞ്ചായത്തിൽ 48 ഗ്രാമപഞ്ചായത്ത് LDF-നൊപ്പം നിന്നു. പക്ഷേ 56 ഉണ്ടായിരുന്നിടത്താണ് 48 ആയിട്ടുള്ളത്. വലിയ തിരിച്ചൊരു ഗ്രാമപഞ്ചായത്ത് തലത്തിൽ UDF നടത്തിയിട്ടുണ്ട്. 12 നിന്ന് 21 UDF ഉയർത്തിയിരിക്കുകയാണ്. ഇതാണ് കണ്ണൂരിലെ അവസ്ഥ. നമുക്കിനി വളരെ വേഗത്തിലൊന്ന് വയനാട് അല്ലെങ്കിൽ കാസർഗോഡ് നമുക്ക് നോക്കാം. വയനാടാണ് അടുത്തത് പരിശോധിക്കാൻ പോകുന്നത്. വയനാട്ടിൽ എന്താണ് സ്ഥിതി നോക്കാം. ജില്ലാ പഞ്ചായത്തിൽ 8 നിന്ന് 2 LDF ചുരുങ്ങിയിരിക്കുകയാണ്. 15 UDF വിജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ 2020 അത് 8 ആയിരുന്നു. ശരി, ഇനി നഗരസഭകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വയനാട്ടിൽ 3 നഗരസഭയാണ്. അതിൽ 1 LDF-ഉം 2 UDF-ഉം. 2020 എന്താണോ അവസ്ഥ അത് തന്നെ റിപ്പീറ്റ്. ശരി, ഇനി നഗരസഭ കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ബ്ലോക്ക് പഞ്ചായത്തിൽ 2 2020 LDF ഉണ്ടായിരുന്നു. ഇത്തവണ 0 ആണ്. ഒരിടത്തും ജയിക്കാൻ ഭരണത്തിലേറാൻ LDF-ന് കഴിഞ്ഞിട്ടില്ല. പകരം 2 നിന്ന് 4 ഉയർത്താൻ UDF-ന് കഴിഞ്ഞിരിക്കുന്നു. 4 ബ്ലോക്ക് പഞ്ചായത്തിൽ UDF ഭരണം പിടിച്ചിരിക്കുകയാണ്. ഇനി ഈ ഗ്രാമപഞ്ചായത്ത് കൂടി നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം. 23 ഗ്രാമപഞ്ചായത്തിൽ 6 2020 അതേ അവസ്ഥയാണ് LDF-നെ സംബന്ധിച്ച്. 6 ഇത്തവണ ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിലേറുന്നു LDF. UDF 15. അതാണ് വയനാടിന്റെ അവസ്ഥ. നമുക്കൊന്ന് കണ്ണൂർ കൂടി വളരെ വേഗത്തിലൊന്ന് ഓടിച്ചു പോകാം. കണ്ണൂരിൽ എന്താണ് കാസർഗോഡ് എന്താണ് അവസ്ഥ എന്ന് നോക്കാം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 9 18 വാർഡിൽ 9 LDF-ഉം 8 UDF-ഉമാണ്. 2020 ഏറെക്കുറെ വലിയൊരു വേരിയേഷൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല. 8 വാർഡിലായിരുന്നു LDF, 7 UDF-ഉം.
വലിയൊരു തിരിച്ചടി രണ്ട് മുന്നണിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. നഗരസഭയിൽ 3 നഗരസഭയിൽ കാസർഗോഡ് 1 നഗരസഭാ ഭരണം മാത്രമാണ് LDF-ന് ഇത്തവണയുള്ളത്. UDF-നും സമാനമാണ് അവസ്ഥ. അവിടെ നഗരസഭയിലും സമാനമാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 ബ്ലോക്ക് പഞ്ചായത്തിൽ 2020 എന്താണോ സാഹചര്യം അത് തന്നെയാണ് 2025 LDF-നും UDF-നും എന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ 38 ഗ്രാമപഞ്ചായത്തിൽ 13 ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇത്തവണ LDF ഭരണത്തിലേറിയിട്ടുള്ളത്. UDF